പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷയുടെ ശക്തിയായി ഈ പ്രാർത്ഥന കൂടുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങളുടെ ശരീരങ്ങളെ കർത്താവ് അടിപ്പട പോലെ സ്പർശിക്കട്ടെ. നിങ്ങളുടെ തൊഴിലിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ പദ്ധതികളും കർത്താവിൻ്റെ കൃപയിൽ പുനർജനിക്കുകയും പുനർജീവിക്കുകയും അതിജീവിക്കുകയും ചെയ്യട്ടെ. മക്കളെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവരെ, അവിടെ വിവാഹത്തെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവർ, മക്കളില്ലാത്തവർ, ജോലി ഇല്ലാത്തവർ, പരീക്ഷാഫലം പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷാഫലത്തിലെ മാർക്ക് കുറവുകൊണ്ട് റീവാലുവേഷൻ കൊടുത്തിരിക്കുന്നവർ, ഓരോരോ ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും വേണ്ടി കാത്തിരിക്കുന്നവർ, അത് കഴിഞ്ഞവരെ, വിസ പ്രോസസ്സിംഗ് കൊടുത്തിരിക്കുന്നവർ, വിസ പുതുക്കി കിട്ടാത്തവരെ, നാട്ടിൽ ജോലിക്ക് വേണ്ടി അലയുന്നവരെ, റാങ്ക് ലിസ്റ്റിലുള്ളവരെ, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരെ, ഡിവിഷണൽ ഫോറുള്ള അധ്യാപകരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഏതാമത്തെ മഹത്വത്തിനായ ദൈവത്തിലെ നിന്റെ എല്ലാവിധ വേദനകളിൽ നിന്ന് കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ. ഈ ദിവസം നിനക്ക് ദൈവം നിറയുന്ന ദൈവസഹായത്തിൻ്റെ നിമിഷമാണ്. എൻ്റെ പ്രിയപ്പെട്ട, നമ്മൾ ഇന്നലെ കണ്ടതേ ഭീരുത്വത്തെക്കുറിച്ചല്ലേ. അപ്പം ദൈവവേലയ്ക്ക് ധൈര്യമാണ് വേണ്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ റോമിൽ പോയി നമുക്ക് അവിടെ ഒരു ഉടമ്പടി ധ്യാനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൗലോസിൻ്റെ ജയില് കാണാൻ പോയി. അപ്പം പൗലോസ്, ഞാനത് പറഞ്ഞായിരുന്നു ഒരു ദിവസം അല്ലേ, ഇപ്പം പറഞ്ഞ വേറെ വിഷയമാണ് കേട്ടോ. പൗലോസിനെ കൈവിലങ്ങ് അണിയിച്ചിരുന്ന ചങ്ങല അവിടെ ചില്ലിട്ട് വെച്ചിട്ടുണ്ട്. ആ ജയിലിൽ ഞാൻ പോയി അടുത്ത് നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. അപ്പോഴേ ആ ജയിലിരുന്നുകൊണ്ട് പുള്ളി എഴുതിയൊരു ലേഖനമുണ്ട്, ലാസ്റ്റ് ലേഖനം. അത് തിമോത്തിയുടെ ലേഖനമാണ്. തിമോത്തി ബിഷപ്പിനെ കുറിച്ച് പുള്ളി എഴുതുന്നതാണ്.
അത് ഈ ജയിലിലിരുന്നുകൊണ്ട് ചങ്ങല ഇട്ടുകൊണ്ടിരുന്ന എഴുതുന്ന സംഭവമാണ്. എന്താ പറയുന്നറിയാമോ? 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. കണ്ടാ, അതൊക്കെ ചങ്ങല കിടക്കണ്, ആ ജയിലിൽ കിടക്കണ്, വെളിച്ചമില്ല, വൃത്തിയില്ല, ആകൃതത്തിൽ കിടക്കുക. അപ്പൊ അവിടെ ഇരുന്ന് എഴുതണാണ് തിമോത്തിക്ക്. എന്താണ് എഴുതിയിരിക്കണത് കേട്ടോ? വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും, അതായത് സാഹചര്യം അനുകൂലമാണെങ്കിൽ അല്ലെങ്കിലും ജാഗ്രതയോടെ വർത്തിക്കുക. അപ്പൊ വചനത്തിനെ സംബന്ധിച്ചിടത്തോളം ജയിലെങ്കിൽ ജയില്, കൈവിലങ്ങി കൈവിലങ്ങ്. എന്നിട്ട് പൗലോസ് പറയും, കർത്താവിന്റെ വചനത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ലെന്ന്. അതാ, അതിങ്ങനെ സ്വതന്ത്രമായിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ. 2 തിമോത്തി 2:9. ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത്. എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. ഇന്ന് ക്രിസ്തുവിന് ജ്ഞാനസ്നാനം പോലും സ്വീകരിക്കാത്ത ആൾക്കാര് അറിവിന്റെ ജ്ഞാനത്തിന്റെ സ്നാനം സ്വീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ കൈമാറുന്ന കാഴ്ച കാണുന്നു. ആരുമൊക്കെ ഫീൽഡ് ഔട്ട് ആയിട്ടുണ്ട്. അതെങ്കിൽ ദൈവം അറിഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്തവനെ ഔട്ടാക്കിയിട്ടുണ്ട്. ഐശ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മുമ്പേ ഇന്ന ആൾക്കാർ മുമ്പോട്ടേക്ക്. അതായത് അത് വളരെ സുന്ദരമായ രീതിയിൽ സുവിശേഷ വേല ദൈവം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുവിശേഷ വേലയെ പോലെ ധൈര്യം വേണ്ടതും നട്ടല് വേണ്ടതും ഏറ്റുപറച്ചിലും അതൊരു കൃപയാണ്. അത് ഇന്ന രീതി അത് ചെയ്യേണ്ട ആൾക്കാർ, അത് ചെയ്യുന്നതിന് വേണ്ടി പട്ടം മേടിച്ചവർ അതിന് പകരം അവർക്കിഷ്ടപ്പെട്ട വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം പതുക്കെ അതിൽ നിന്ന് പിൻവലിയുകയും ഇവർ മീനിങ്ലെസ് ആയി മാറുകയും ചെയ്യും. ക്രമേണ ആ മേഖല ദ്രവിച്ചു പോവുകയും ചെയ്യും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആ മേഖലയിലൊക്കെ ആത്മരക്ഷയ്ക്ക് ബന്ധമില്ലാത്ത മേഖലയിൽ ജീവിതം ഹോമിക്കാൻ വിധിക്കുന്നവർക്ക് ഒരു വീണ്ടും വിചാരം ഉണ്ടാകേണ്ടതാണ് ഈ കാലഘട്ടം. അങ്ങനെ പോയവർ തിരിച്ച് ട്രാക്ക് ഔട്ടായി പോയവർ ട്രാക്കിംഗ് ചെയ്യണം. അതാണ് ഈ സുവിശേഷ വേലയുടെ ഉദ്ദേശം. 119 സങ്കീർത്തനം 147 തിരുവചനം. അതിരാവിലെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5:30 മണിയെങ്കിലും അല്ലേ? അതാണ് അതിരാവിലെ ഞാൻ ഉണർന്ന് സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നു. ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ഉടമ്പടി നീ പ്രത്യാശ അർപ്പിക്കണം എപ്പോഴാണ്? അതിരാവിലെയാണ്. അതാണ് പ്രത്യക്ഷയുടെ പ്രാർത്ഥന 5:30 എന്ന് പറയുന്നത്. 5:30 to 6:30 എന്ന് വെച്ച് കഴിഞ്ഞാൽ മടിച്ചുകൾക്ക് കൂടി കുറച്ച് മടിച്ചുകളെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് 6:30 എന്ന് പറയുന്നത്. ശരിക്കും 5:30 5:30 അതിനുള്ളിൽ ഒരു 6 മണിയാകുമ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായി പ്രത്യക്ഷയുടെ പ്രാർത്ഥന. കാര്യം ആ വചനം വായിച്ച അതിരാവിലെ ഞാൻ ഉണർന്ന് സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നു. ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പറഞ്ഞേ, ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് വാഗ്ദാനം ഉള്ളത്? ഓൾമോസ്റ്റ് ഓൾ തിങ്സിന് വാഗ്ദാനമാണ്. എല്ലാത്തിനും, ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വാഗ്ദാനമുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും. നമ്മുടെ ഈ സാക്ഷ്യങ്ങളുടെ വെറൈറ്റി കേട്ടാൽ മനസ്സിലാകും. ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം എന്താണ്? വാഗ്ദാനം എന്ന ഉടമ്പടിക്ക് ബൈബിളിൽ പല പേരാ പറയണത്. വാഗ്ദാനം എന്ന് പറയും, കൽപ്പനയെന്ന് പറയും, നിബന്ധനയെന്ന് പറയും, നിയോഗമെന്ന് പറയും, ഉടമ്പടി എന്ന് പറയും. അപ്പോൾ ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തെ പ്രത്യാശ അർപ്പിക്കണമെന്ന് വെച്ചാൽ ഞാൻ അങ്ങുമായിട്ട് ചെയ്ത ഉടമ്പടിയിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ആ പ്രത്യാശ അർപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിരാവിലെ എഴുന്നേൽക്കണം. അല്ലെങ്കിൽ എനിക്ക് 10 മണിക്ക് എഴുന്നേറ്റാൽ മതിയായിരുന്നു. പിടിയിട്ടില്ല. അപ്പോൾ അത് പ്രത്യാശയുടെ ബന്ധം. നീ രാവിലെ എഴുന്നേൽക്കുന്നത് പ്രത്യാശയുമായിട്ടാണ് ബന്ധം കിടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കിടന്നിട്ട് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേക്കാൻ പറ്റത്തില്ല. പ്രത്യാശ ഇല്ലാത്തവരാ. ഇഷ്ടമുള്ളപ്പോൾ കിടന്ന് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേക്കാൻ പറ്റത്തില്ല.
നിങ്ങൾക്ക് വചനത്തിൽ ഉടമ്പടി പ്രത്യാശമുള്ളവർ അതിരാവിലെ എഴുന്നേൽക്കണമെങ്കിൽ നേരത്തെ ഉറങ്ങാൻ നോക്കണം. ജീവിതത്തിന് ചിട്ട വേണം, ജീവിതത്തിൽ ചിട്ട വേണം. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയുടെ ചട്ടങ്ങളെ ചിട്ടയോടെ പരിപാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ആൻസി ഇളവൂർ. അവിടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, അവർ തീക്ഷ്ണമതിയായ ഒരു ലേഡിയാണ്. കേൾക്കുമ്പോൾ അറിയാം. ചിലർക്ക് ഉടമ്പടിയൊക്കെ എടുക്കുമ്പോഴേ അവർക്ക് ബേസിക്കായിട്ട് ഫെയ്ത്ത് ഉണ്ട്, ബേസിക്കായിട്ട് ദൈവസ്നേഹമുണ്ട്. അത് പിന്നെ വെൻ ഇറ്റ് സെറ്റ് ഇൻ ദി കവനന്റ് പ്രെയർ അത് ആക്സിലറേറ്റ് ചെയ്യും. ഇപ്പോൾ ബേസിക് ഫെയ്ത്ത് ഉള്ളവരില്ലേ, ബേസിക് ചിലർക്കിങ്ങനെ ഫെയ്ത്ത് ഉണ്ടാക്കിയെടുക്കണം, വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയല്ല, ഇവർക്ക് ബേസിക് ഫെയ്ത്ത് ഉള്ള ആളാണ്. ബേസിക് ഫെയ്ത്തും അത് ആക്ടിവേറ്റ് ചെയ്യിക്കാനുള്ള കഴിവൊക്കെ ഉള്ള ആളാണ്. അത് വലിയ സന്തോഷമാണ്. അതായത് നമുക്ക് ഉടമ്പടി സാക്ഷ്യം പറയുന്നത് കേട്ടാൽ മനസ്സിലാകും. അതായത് അവർക്കുള്ള സ്വതസിദ്ധമായ വിശ്വാസമില്ലേ, അവർക്കുള്ള സ്വതസിദ്ധമായ ദൈവസ്നേഹം അവർ ഉടമ്പടിയിലേക്ക് വരുന്നു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് അതിൻ്റെ അകത്ത് പ്രയോഗിക്കും. അങ്ങനെയാണ്. പിന്നെ ദൈവമായിട്ട് ഞാൻ എൻ്റെ അമ്മയെ വിടത്തില്ല എന്ന് പറയണത്. ഓരോ സാക്ഷ്യം പറഞ്ഞിട്ടും പറയും ഞാൻ എൻ്റെ അമ്മയെ വിടത്തില്ല എന്ന് പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ 2012 അവർ നഴ്സിംഗ് പാസ്സായ ആളാണ്. അപ്പം അവർ പറയണത് അവരുടെ വീട്ടിൽ, ഇനി ഏത് വീട് കെട്ടിച്ച് വിടാൻ വേണ്ടിയാണ്, അവരുടെ സ്വന്തം വീടാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അവരെ എപ്പോഴും ആക്രമിക്കുന്നവരും അവരെപ്പോഴും കുറ്റപ്പെടുത്തുന്നവർ പറയണത് നീ ഇവിടെ വന്നിട്ടാണ് ഇത് മുടിഞ്ഞു പോയത്, കുടുംബം മുടിഞ്ഞു പോയത്, നിന്നെ എന്തിനു കൊള്ളാം, ഇതിന് എന്തിനു കൊള്ളാം, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീ കാരണമാണ് അങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ നേരം വെളുക്കുകയും ഇങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇവൾ ഇരുന്ന് കർത്താവിനോട് കാര്യം, കർത്താവേ എന്നെ നീ അല്ലേ കുറ്റപ്പെടുത്തേണ്ടത്, ഈ മനുഷ്യന്മാരെന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ അവളെ കുറ്റപ്പെടുത്തലിലൂടെ അവൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും കർത്താവിൻ്റെ അക്കൗണ്ടിൽ വെച്ചാണ് അവൾ വിശ്വാസപൂർവ്വം അതിനെ തരണം ചെയ്യണത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത്, അവൾ നീ ഉടമ്പെടുക്കാൻ പറഞ്ഞത്. അതായത് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ വഴിമുട്ടി പോകുമ്പോൾ ദൈവം തന്നെ അവരോട് പറയവേ ഉടമ്പെടുക്കാൻ പറയും. എത്ര പേരാണെന്ന് ഇവിടെ സാക്ഷ്യം പറയണത്. അവരുടെ ജീവിതത്തിൽ ഒരു ഇങ്ങനെ വളരെ വല്ലാത്ത മോശം കണ്ടീഷൻസ് വരുമ്പോൾ പരിശുദ്ധ അമ്മ തന്നെ അവർക്കൊരു നോട്ട് കൊടുക്കും ഉടമ്പടി എടുക്കാൻ. അതറിയാമെങ്കിൽ ഈ ദിവസം ഷീജ എന്നും പറഞ്ഞ് സെൻദേവ്, ഷീജ സെൻദേവ് അമ്മയും മകനുമാണ്. അപ്പോൾ അവർ ശ്രീ ചിത്രയിൽ ഒരു ഓപ്പറേഷന് വേണ്ടി ചെന്നിരിക്കുന്നതാണ് ഷീജ. അവരുടെ സാക്ഷ്യം നല്ല രസമാണ് കേൾക്കാൻ. എന്നുവെച്ചാൽ അവരുടെ മകന് ഹൃദയത്തിൻ്റെ അരികിൽ അകത്ത് നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു സിസ്റ്റ് വളർന്നു വരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്ലൂയിഡൊക്കെ ഉണ്ട്, അത് കാരണം ശ്വാസം മുട്ടലുണ്ട്, അത് കാരണം അവൻ മരിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് അവനെ മേജർ സർജറിക്ക് ഇവിടെ ശ്രീജിത്തിനെ കൊണ്ടുപോയിരിക്കുക. പക്ഷേ ഹൃദയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഞരമ്പിൻ്റെ അടുത്താണ് ഈ സിസ്തി ഇരിക്കുന്നത്. അപ്പം സിസ്തയുടെ തൊട്ട ഹൃദയ ഞരമ്പ് ഛേദിച്ചു പോകും, മരിച്ചു പോകും. അപ്പോൾ അത് കാരണം ഡോക്ടർമാരെ തൊടുന്നില്ല. അതുകൊണ്ട് അവർ പറയണത് ജീവിച്ചിരിക്കണം അത്രയും ജീവിച്ചിരിക്കട്ടെ, അത്രയും നമുക്ക് അവനെ കാണാമല്ല. അവർ അമ്മയോട് ഇപ്പോൾ ഡോക്ടർമാരൊക്കെ ഇപ്പോഴത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അവർ പറയും. അതിനകത്ത് എന്ത് ഭവിഷ്യത്ത് വന്നതല്ല, അതിന് വലിയ ഭവിഷ്യത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉള്ള കാര്യം ഉള്ള പോലെ പറയാം. അവനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഈ രോഗത്തിൻ്റെ അവസ്ഥ അതാണ്, ഹൃദയഞരമ്പ് മുറിഞ്ഞ് അവൻ മരിച്ചു പോകും. അതുകൊണ്ട് കാണാൻ പണ്ട അത്രയും കാലം കാണ് അമ്മ എന്ന് പറയും. അതുകൊണ്ട് ശ്രീചിത്ര ഇവനെ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ സങ്കടപ്പെട്ട് ശ്രീചിത്രയിൽ ഒരു സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട് സ്കാനിങ് റൂമിൻ്റെ പുറത്ത് ഷീജ ഇരിക്കുകയാണ്, മകനകത്ത് സ്കാനിങ്ങിന് വിട്ടിരിക്കുകയാണ്, ഇവർ പുറത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും വേറെ അവിടെ ഇരിപ്പുണ്ട്, ബ്ലഡ് ക്യാൻസറായിട്ട് മകന്. അപ്പോൾ അവർ സന്തോഷമായിട്ടൊക്കെ ചിരിച്ചൊക്കെ ഇരിക്കുകയാണ്. ഇവളാണെങ്കിൽ ഭയങ്കര വിഷമത്തിൽ വേദനിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് ആ സംസാരത്തിൽ നിന്ന് ഇവർക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഷീജ ഉടനെ അവരോട് ചോദിക്കും, നിങ്ങളെന്താ ഇത്രയും വലിയ കടുത്ത രോഗം വന്നിട്ട് എന്താ നിങ്ങൾക്കൊരു സന്തോഷത്തായിട്ടിരിക്കണം എന്താ? അപ്പോൾ അവർ ചോദിക്കും, ഞങ്ങളെന്തിനാണ് പേടിക്കണത്, ഞങ്ങളുടെ കാര്യം കൃപാസന അമ്മയിലേ ചെയ്യണമെന്ന്. അയ്യോ, ഈ മനുഷ്യന്മാരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കരമാണ് സാർ.
അപ്പോഴേ ഷീജ ചോദിച്ചു ആരാണ് കൃപാസന അമ്മയെന്ന്. പിന്നെ ഇവർ കൃപാസന അമ്മയെക്കുറിച്ച് അവർ പറയും. അവർ ഈ ബ്ലഡ് ക്യാൻസറുള്ള മാതാപിതാക്കൾ ഷീജയോട് പറയും. അങ്ങനെ ഒരു പത്രം കൊടുക്കും ഉടനെ. പിന്നെ അവർ ഇവിടെ വരും. ഇവിടെ വരുന്ന അവർ ഉടമ്പടിയൊക്കെ എടുത്ത് പോകുമ്പോൾ അപ്പോൾ ഡോക്ടറിൻ്റെ മൈൻഡ് ചേഞ്ച് ആവും. ഡോക്ടർ പറയും നിങ്ങൾ വേറെ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഞാൻ നിങ്ങളെ അയക്കാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും ഡോക്ടർ പറയും ഓപ്പറേഷൻ ചെയ്താൽ ഹൃദയ ഞരമ്പ് മുറിയും എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഉടമ്പടി തൈലം എപ്പോഴും ഒരു നെഞ്ചത്ത് പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവരതിന് ഉടമ്പടി തൈലമെന്നല്ല ഷീജ വിളിക്കണത്, വിശ്വാസ തൈലമെന്നാണ് വിളിക്കണത്. ഓരോ മനുഷ്യന്മാരെ വിളിക്കണ വിളിയേ അനുഭവത്തിൽ നിന്നല്ല അവർ വിളിക്കണത്. നമ്മൾ ഉടമ്പടി തൈലം എന്ന് പറയും. അവർ പറയും ഞാൻ വിശ്വാസ തൈലം. അപ്പോൾ വിശ്വാസമാണ് തൈലമായിട്ട് പെട്ടെന്നാണ് അവൾ പറയണത്. ഞാൻ വിശ്വാസ തൈലം എൻ്റെ മകൻ്റെ നെഞ്ചത്ത് പുരട്ടി, എന്നിട്ട് ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്നെ വിശ്വസിക്കുക, എനിക്കൊരവസരം തരിക, ഞാനിത് നോക്കാം, പിന്നെ സങ്കടം വന്നാൽ നമുക്ക് 50-50. പക്ഷേ മനസ്സായി ഡോക്ടറിന് മനസ്സായി ഓപ്പറേഷൻ ചെയ്യാൻ. അത്രയും അമ്മ പ്രവർത്തിച്ച് കഴിയുമ്പോൾ ഉടനെ ഓപ്പറേഷൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത്. അപ്പോൾ മകനെയും ഉറക്കറെ ഇനി ദൈവം നിശ്ചയം അതാണെങ്കിൽ സ്വീകരിക്കാൻ അവനും തയ്യാറായി. പക്ഷെ അവൻ ഓപ്പറേഷന് കയറാൻ നേരത്ത് അവൻ അമ്മയോട് പറഞ്ഞു അമ്മേ എന്നെ നെഞ്ച് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അമ്മ വന്ന് എൻ്റെ കൂടെ നിൽക്കുക എന്ന് ഷീജയോട് ചോദിക്കും. അപ്പോൾ ഷീജ പറയും തീർച്ചയായിട്ടും വന്ന് നിൽക്കും, ഞാനല്ല നിൻ്റെ അമ്മ പരിശുദ്ധമ്മ കൃപാസനം മാതാവെന്ന്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഇപ്പോഴും ആൾക്കാരുടെ ഒരു അനുഭവം എന്ന് പറയണത് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സിറ്റുവേഷനിൽ അമ്മ നേരിട്ട് ഹാജരാകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. എന്നിട്ട് അവരൊക്കെ സാക്ഷ്യം പറയുന്നവർ പറയും ഞാനെന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്നറിയാമോ, എൻ്റെ ഈ സാക്ഷ്യം എടുത്തിട്ട് വേണം സഭ അമ്മയുടെ പ്രത്യക്ഷീകരണം പഠിക്കാൻ. അങ്ങനെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു. ഇന്നലെ ആൾക്കാരിപ്പോൾ ഇതിന് മുമ്പത്തെക്കാളും വളരെ സീരിയസ് ആണ്, മുമ്പത്തെക്കാൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഉടമ്പടി എടുക്കുന്നത്. അവർക്ക് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഏറ്റവും കാര്യങ്ങളെക്കുറിച്ച് അറിയാവർ. കാര്യം കൃപാസന അമ്മ എന്ന് പറയുന്നത് ഫാത്തിമ മാതാവില്ലല്ലോ, അത് വേളാങ്കണ്ണി അമ്മയല്ല, അത് ലൂർദ് മാതാവുമല്ല, പിന്നെ ആരാണ്? കൃപാസന ആൾക്കാർ 2004 ഡിസംബർ 7-ാം തീയതി 2:30 മണിക്ക് ഇവിടെ സമയഘടികാരം നെഞ്ചി ചാർത്തി ദുരന്തമുണ്ടാകാൻ പോകുന്നത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സിൽവർ ഗ്രേയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയാണ് കൃപാസന മാതാവ് എന്ന് പറയുന്നത്. അപ്പോഴേ ദുരന്തമുണ്ടാകാൻ പോകുന്നത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മാതാവാണ്. മനുഷ്യൻ്റെ വ്യക്തിപരമായ ദുരന്തമായാലും ശരി, രാജ്യത്തിൻ്റെ ദുരന്തമായാലും ശരി, ലോകത്തിൻ്റെ ദുരന്തമായാലും ശരി, എല്ലാ ട്രാജഡിയും കലാമിറ്റിയും അമ്മ കൈകാര്യം ചെയ്യാൻ വേണ്ടി ദൈവം പ്രത്യേകം അഭിഷേകം ചെയ്ത് നിയോഗിക്കപ്പെട്ട ആളാണ്. അതുകൊണ്ടാണ് ആൾക്കാരുടെ ഓരോ ലൈഫ് സിറ്റുവേഷനിലേക്കും അമ്മ ആളാം പ്രതി കടന്നു വരുന്നത്. പ്രാർത്ഥിക്കുക, അമ്മയെ പരിശുദ്ധമേ, ദൈവമാതാവേ, എൻ്റെ ദുരന്തപൂർണമായ ശാരീരിക ദുരന്തം, സാമ്പത്തിക ദുരന്തം, വിദ്യാഭ്യാസ ദുരന്തം, ജീവിത പങ്കാളിയെ കിട്ടാത്ത ദുരന്തം, വരുമാനമില്ലാത്ത ദുരന്തം, ശാരീരിക രോഗത്തിന്റെ ദുരന്തം, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലുമുള്ള വ്യത്യസ്തങ്ങളായ ദുരന്തങ്ങൾ, വീടില്ലാത്ത ദുരന്തം, ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ദുരന്തം, എന്റെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എല്ലാ ദുരന്തങ്ങളിലേക്കും ആശ്വാസം പകരാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവമാതാവേ, മാതാവേ, പ്രത്യക്ഷീകരണത്തിന്റെ വലിയ സാക്ഷിയായി എന്നെ ഉയർത്തണമേ. പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ ആൻസി ഇളയാവരുടെ സാക്ഷ്യത്തിൽ ഒരു സാക്ഷിയാണ്. അവരുടെ വീട്ടിലെ അവരുടെ മകൻ പിച്ചും പേയും പറയാൻ തുടങ്ങി. മകനല്ല, ആങ്ങള പിച്ചും പേയും പറയാൻ തുടങ്ങി. അവൻ യൂറോപ്പിൽ വിദേശത്ത് ജീവിക്കുകയാണ്, ജോലി അവിടെയാണ്. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അവൻ സംസാരിക്കണത് ശരിയാകണില്ല. ഓരോ മനുഷ്യൻ്റെ ദുരന്തമേ, സംസാരിക്കണത് ശരിയാകണില്ല. ഒരു ഓർമ്മക്കുറവ് പോലെയൊക്കെ പറയണം. എന്താ വെച്ചാൽ സങ്കടം ഭയങ്കരമാണ്. കല്യാണം കെട്ടിക്കാൻ കുറേ നാളായി, 10-27 വയസ്സായപ്പോൾ ഇന്ന് വരെ ജീവിത പങ്കാളിക്ക് ഒക്കണില്ല. ഇപ്പോൾ ഇങ്ങനെ നിന്ന് പോകുവാന്ന് വിചാരിച്ചപ്പോഴേ അവൻ്റെ മനസ്സിൻ്റെ സമനില വിട്ട പോലെയൊക്കെ അവൻ സംസാരിക്കണം. നിങ്ങളിതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ദുരന്തമാണ്, ശരിക്കും എന്തുമാത്രം ദുരന്തമാണ്. അപ്പോൾ പെങ്ങൾക്കത് മനസ്സിലായി.
അതായത് ആങ്ങളയ്ക്ക് ജീവിത പങ്കാളിയെ കിട്ടാത്ത, വിവാഹം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അവന് മനസ്സ് വേദനിച്ചിട്ട് അവനിങ്ങനെ സമനില തെറ്റിയ പോലെയൊക്കെ എല്ലാവരോടും എടുത്തു ചാടും, എല്ലാവരും കോപിക്കും. തൊട്ടാൽ അവൻ വഴക്കുണ്ടാക്കി അവസാനിക്കത്തുള്ളത്. ഒന്നും പിടിക്കണില്ല, ഭക്ഷണം പിടിക്കണില്ല, വസ്ത്രം തേക്കണ പിടിക്കണില്ല. അപ്പോൾ ഇങ്ങനെ പിടിക്കാതെ വരുമ്പോൾ നിങ്ങൾക്കറിയാം അത് ആ വിഷയം അതല്ല, വേറെ എന്തോ വിഷയമാണെന്നൊക്കെ മനസ്സിലായി. പക്ഷേ പെങ്ങളത് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് അവനെ വിവാഹം കല്യാണം വെക്കാത്ത വന്നു. ഒരു പെണ്ണ് അവനെ പിടിക്കണില്ല, അതാണ് പ്രശ്നം. അവന് പിടിക്കണ പെണ്ണുങ്ങൾ പിടിക്കത്തില്ല. എന്ത് ദിവസം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോഴുടനെ ആൻസി പറഞ്ഞു ഉടമ്പടി എടുത്തില്ല. ആൻസി ഉടമ്പടി എടുത്ത കാരണം ആൻസിക്ക് ധൈര്യമുണ്ട്. ആൻസി അമ്മയോട് പറഞ്ഞു, അമ്മേ ഇന്ന് അവൻ്റെ അവസ്ഥ കണ്ട, അവൻ പിച്ചിപ്പയും പറഞ്ഞിട്ടില്ലേ, അവൻ്റെ സമനില എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവൻ നാളെ മറ്റന്നാളെ പോവുകയാണ്, ലീവും കഴിഞ്ഞ്. ഇക്കാലം ലീവ് മുഴുവൻ ഇവിടെ നിന്നിട്ട് അവന് പെണ്ണ് കിട്ടിയില്ല, അവൻ പോവുകയാണ്. ഇനി അവൻ എപ്പോൾ വരാനാണ്? വന്നാൽ തന്നെ അവൻ ഇപ്പം തന്നെ ഇത് അവസ്ഥയെങ്കിൽ എന്ത് അവസ്ഥയായിരിക്കും? അതുകൊണ്ട് അമ്മയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇന്ന് രാത്രി അമ്മ അവന് പെണ്ണിനെ കൊടുക്കണമെന്ന് പറയും. ഇന്ന് രാത്രി അവനുള്ള പെണ്ണിനെ എവിടെയാണ് ഉള്ളത്, അമ്മ അവന് അതിനൊരു അടയാളം കൊടുക്കണമെന്ന് പറയും. അപ്പോൾ അത്രയും സ്വതന്ത്രമായിട്ട് അമ്മയോട് സംസാരിക്കുകയാണ്. എന്നിട്ട് അവൾ മാറി കിടന്നുറങ്ങും. അപ്പോൾ അമ്മ അവൾ ഉറങ്ങണ സമയത്ത് അമ്മ പറയും, നീ പറഞ്ഞ കാര്യം സെറ്റായിട്ടുണ്ടെന്ന് പറയും. അത് അമ്മ എങ്ങനെ നമ്മോട് സംസാരിക്കുക, അത് രസമാണ്. അതായത് അമ്മ ഇവളോട് പറയും, ഈ രാത്രി തന്നെ ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇവൾ സ്വരം കേൾക്കണ പോലെ അത് അവൾ ആന്തരിക ആത്മാവിൽ മനസ്സിലാക്കും. ഈ കൃപാസന അമ്മയുടെ ഒരു രീതി അതാണ്. അത് ഡയറക്റ്റാണ് സംസാരിക്കുക. കാണേണ്ട പാട്ടിൽ വന്ന് കാണും, സംസാരിക്കേണ്ട പാട്ടിൽ വന്ന് സംസാരിക്കും. ആന്തരികരണം കൊണ്ട് നമ്മളത് കേൾക്കും, അന്ധജ്ഞാനം കൊണ്ടത് തിരിച്ചറിയും നമ്മൾ. ഇങ്ങനെ നമ്മൾ ഇന്ന് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത തരത്തിലുള്ള സാക്ഷ്യങ്ങളാണ് ആൾക്കാർ പറയണത്. അപ്പോൾ അമ്മ അവളോട് പറയും, ഇന്ന് രാത്രി ഈ വിഷയം സെറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ അതൊക്കെ സമാധാനത്തിൽ ഇവിടെ കിടന്ന് ഉറങ്ങും. ഉറങ്ങിയിട്ട് അവളെ കെട്ടിച്ച വീട്ടിൽ നിന്ന് രാവിലെ അവളുടെ സ്വന്തം അമ്മയെ വിളിക്കും. അമ്മ ഇന്നലെ രാത്രി വല്ലതും സംഭവിച്ചാൽ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു എന്നുള്ള രീതിയിൽ കാര്യം പറയത്തില്ല. ഇന്നലെ രാത്രി ആങ്ങളുടെ കല്യാണമായിട്ട് വല്ലതും സംഭവിച്ചാൽ അപ്പോൾ ഉടനെ പറയും, ഇന്നലെ രാത്രി 8:30 കഴിഞ്ഞപ്പോൾ ഒരു കോൾ ഉണ്ടായിരുന്നു, അവരിങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്. കല്യാണം കെട്ടിക്കാൻ തയ്യാറാണോ, നിങ്ങളുടെ മകനെ ഞങ്ങളുടെ മകൾക്ക് ആലോചിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചെന്ന്. അപ്പോൾ ഇവൾ പറഞ്ഞു, ദാറ്റ്സ് ഓക്കെ, അത് അമ്മയുടെ കേസാണ്, ഇനി അത് കളയണ്ട, ചെയ്തേക്കാമെന്ന് പറഞ്ഞു. ഇനിയൊന്നും അറിയണ്ട, തിരക്കണ്ട, അന്വേഷിക്കണ്ട, നമുക്ക് ചെയ്യാമെന്ന് പറയും. അപ്പോൾ അത് പെട്ടെന്ന് കല്യാണം വിത്തിൻ ഒരു വീക്കിലെ കല്യാണം സെറ്റാകും. കല്യാണം നടക്കും. നമ്മൾ എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ചെറുക്കന്മാരും പറയും, പെണ്ണുങ്ങളും പറയും, അല്ല ഞാനിവിടെ പോകാൻ, അമ്മ എങ്ങനെ പോയി പ്രാർത്ഥിക്കുക, അവൾക്ക് ചമ്മല. ദൈവത്തോട് അവൾക്ക് ജീവിത പങ്കാളിയെ കിട്ടണില്ലെന്ന് പറയാൻ ചമ്മല. അതാണ് പ്രശ്നം. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്ക് ദൈവത്തോട് തുറന്ന് പറയാൻ പറ്റണില്ല. അത്രയും എളിമയില്ല നിങ്ങൾക്ക്. മര്യാദയ്ക്ക് ചോദിക്കണം വായിട്ട്, അമ്മ എന്താ ഞാൻ ഇങ്ങനെ നിന്ന് പോകാനാണ് അമ്മ ആഗ്രഹിക്കുന്നത്, എൻ്റെ കാര്യത്തിൽ അമ്മയുടെ ഒരു തീരുമാനമൊന്നും ഇല്ലേ എന്ന് ചോദിക്കാനുള്ള ഒരു സ്നേഹം ഉണ്ടാണ് നിങ്ങൾക്ക് ദൈവത്തോട്. നമ്മൾ അതിനു വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഉടമ്പടി നിങ്ങൾ ദൈവസ്നേഹത്തേക്ക് വളർത്തണം, വിശ്വാസത്തേക്ക് വളർത്തണം, പ്രത്യാശത്തേക്ക് വളർത്തണം. പ്രാർത്ഥിക്കുക, കർത്താവേ ഉടമ്പടിയിലൂടെ എന്നെ ദൈവസ്നേഹത്തിലേക്ക് വളർത്തണമേ, വിശ്വാസത്തിലേക്ക് വളർത്തണമേ, പ്രത്യാശയിലേക്ക് വളർത്തണമേ. ശ്രദ്ധിക്കട്ടെ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ നമ്മളിങ്ങനെ പേഴ്സൺ ടു പേഴ്സൺ ഡയലോഗുകളിലേക്ക് ആണ് നമ്മുടെ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരണത്. ഇതുണ്ട്, ഓരോ വ്യക്തികൾ ദൈവത്തോട് സംസാരിക്കണുണ്ടല്ലേ, അമ്മയോട് തുറന്ന് സംസാരിക്കണം. എന്നിട്ട് അവർ തന്നെ സമയം ഫിക്സ് ചെയ്യാൻ, ഇന്ന് രാത്രി അമ്മ ഈ വിഷയം സെറ്റാകണം. അപ്പോൾ എന്നിട്ട് അത് തന്നെയാണ് അവരുടെ വാക്ക് ഏറ്റെടുത്തിട്ടാണ്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമല്ലോ, അമ്മ ദൈവത്തിന് കിട്ടിയ ഒരു അമ്മഭാവമാണ് ശരിക്കും പറഞ്ഞാൽ. പരിശുദ്ധ മറിയം സൃഷ്ടിയാണ്, നമുക്കറിയാം, ദൈവം സൃഷ്ടിച്ച ഒരാളാണ്. പക്ഷേ ദൈവത്തിന് ഇതിലൂടെ കൈവന്ന ഒരു മാതൃഭാവമുണ്ട്, ഭയങ്കര പരിപാലന. ദൈവം അത് അമ്മയിലൂടെ ശരിക്കും നിർവഹിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ ദൈവത്തിൻ്റെ നിലപാടെന്താ. ദൈവത്തിൻ്റെ നിലപാടല്ലല്ലോ അമ്മയുടെ നിലപാട്, രണ്ടും രണ്ടാ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ നിലപാട് ഭയങ്കര ഉയർന്നൊരു നിലപാടാണ്, അമ്മയുടെ നിലപാട് താഴ്ന്ന നിലപാടാണ്. നിൻ്റെ അവസ്ഥയിലേക്ക് താഴ്ന്നു വരൂ. ദൈവം എന്താ പറഞ്ഞിരിക്കണത്? 12:29 വായിച്ചേ, ലൂക്കാന്റെ സുവിശേഷം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 12:29. ലൂക്ക 12:29. എന്ത് തിന്നുമെന്നോ, എന്ത് തിന്നുമെന്നോ, എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുല ചിത്തരാവുകയും വേണ്ട.
ഈ ലോകത്തിന്റെ ജനതകളാണ് ഈ ലോകത്തിന്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. വചനം മനസ്സിലാപ്പിടിച്ചേ. ലൂക്കാ 12:29 എന്ത് പറഞ്ഞ ഒന്ന് തിന്നുവെന്നോ എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ വിചാരിച്ച് ആകുലചിത്തരാകേണ്ട. ആരാണിത് അന്വേഷിക്കണം പറയണത്? ഈ ലോകത്തിന്റെ സന്തതികളാണ് ഇതൊക്കെ അന്വേഷിക്കണം. അപ്പോൾ ഇതല്ലേ ക്രിസ്തുവിൻ്റെ ഒരു നിലപാട് കണ്ട? ദൈവികമായ നിലപാട് ഉയർന്ന നിലപാടാണ്. ഈ നിലപാടുള്ള ആളിൻ്റെ അടുത്ത് എന്നിട്ടാണ് പറയണത് അവർക്ക് വീഞ്ഞില്ലെന്ന്. മനസ്സിലായില്ലേ? ഈ നിലപാട് എന്താണ്? എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ ചിന്തിച്ച് ആകുലപ്പെടേണ്ട. പിന്നെ ആരാണത് അന്വേഷിക്കണത്? ഈ ലോകത്തിൻ്റെ സന്തതികളാണ്. അപ്പോൾ എന്താണ്? അമ്മ ഈ ലോകത്തിൻ്റെ സന്തതിയായിട്ട് താന്നുകൊണ്ടാണ് നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യണത്. അത് മനസ്സിലായില്ലേ? അതായത് നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദൈവികമായ ഒരു നിലവാരമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിലപാട്. ഞാനിപ്പോൾ ഒരു അമ്മ ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തീയത ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളോട് മുഖം തിരിച്ച് നിൽക്കേണ്ടി വന്നേനാ. പറഞ്ഞ മനസ്സിലായില്ലേ? കാര്യം എന്താണ്? എന്ത് കുടിക്കുമെന്നോ എന്ത് തിന്നുമെന്നോ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആകുലചിത്തരാകേണ്ട. ലോകത്തിൻ്റെ സന്തതികളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. ആ എന്ത് കുടിക്കുമെന്ന് പോലും ആകുലചിത്തരാകേണ്ട എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത്. മനസ്സിലായ? അപ്പോൾ രണ്ട് വിഷയമാണ് ഇദ്ദേഹത്തെ ബ്രാൻഡഡ് ആകണത്. അതായത് ദൈവത്തിൻ്റെ നിലപാടിൽ എന്ത് കുടിക്കുമെന്ന് എപ്പോഴും ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, എന്ത് ഭക്ഷിക്കുമെന്ന് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒന്ന് ഉത്കണ്ഠാകുലരാണ്. ഉത്കണ്ഠാകുലരായതുകൊണ്ട് തന്നെ അവർ ലോകത്തിൻ്റെ സന്താനങ്ങളാണ്. അവർക്ക് വിശ്വാസമില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇതാണ് ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ്. ഈ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിനെ കൗൺട്രാക്ട് ചെയ്തുകൊണ്ടാണ് അമ്മ നമ്മുടെ കണ്ണുനീരെ കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിക്കുന്നത്. ഇതാണ് അമ്മ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അമ്മയെ തന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നിങ്ങളെപ്പം കേൾക്കുന്നവർ മനസ്സിലാക്കണം എന്നറിയാവോ? അതായത് കേൾക്കുന്ന വിചാരിക്കും കുടിച്ചും തിന്നു നോക്കുക അമ്മയുടെ കൂടെ കഴിയാവില്ല. അതല്ല അമ്മയുടെ ഉദ്ദേശം. അമ്മയുടെ മനസ്സിൽ പറയും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട സമയമാണ്. ആരെ? ഈശോനെ. നിങ്ങൾക്ക് ഒരു അടയാളം സംഭവിക്കുമ്പോൾ എന്താണ് ദൈവം ചെയ്യണത്? അമ്മയിലൂടെ ദൈവത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. മനസ്സിലായില്ലേ? അമ്മ ഒരു കൈച്ചൂണ്ടിയാണ്. ഇതാണ് വഴി. ഇതിലേ പോയാൽ ക്രിസ്തുവിനെ കണ്ടെത്താം. അതാണ് അമ്മ. കൈയിട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾ നടക്കേണ്ട വഴി അമ്മയിലൂടെ കാണിച്ചു തരുന്നതിന് നന്ദി പറയുന്നു. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ആൻസിയോട് പറഞ്ഞു, ഇപ്പം ആങ്ങളുടെ കല്യാണം നടന്നല്ലോ. അപ്പം ആൻസി വളരെ അഭിഷിക്തയായിട്ട് നിൽക്കുകയാണ്. ആൻസിയോട് ആരോ പറഞ്ഞു, കൂട്ടുകാരത്തി പറഞ്ഞു, ആൻസി നീ IELTS എഴുതണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തുമാത്രം ഗ്യാപ്പാണെന്ന് നോക്കിയാൽ 12 കൊല്ലമായി ഗ്യാപ്പ്. 2012 നഴ്സിംഗ് പാസ് ഔട്ട് ചെയ്ത ആളാണ്. ജീവിതം തീർന്ന്. ഇപ്പോൾ ആരാണ്ട് വന്ന് ചോദിക്കുകയാണ്. എന്താ ചോദിക്കണേ? കൂട്ടുകാർ ചോദിക്കുകയാണ്, ആൻസി IELTS എഴുതണുണ്ടോ? അപ്പം അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല, അങ്ങനെ ഒരു ആലോചന പോലും ഇല്ല. ആ ഫീൽഡ് വിട്ടതാണ്, ആ ഫയൽ ക്ലോസ് ചെയ്തതാണ്. ഓർക്കുക, കൃപാസന മാതാവ് നിൻ്റെ ഓപ്പൺ ചെയ്ത് എല്ലാം ക്ലോസ് ചെയ്ത ഫയൽ പിടിപ്പിക്കും. കാര്യം തന്നെ അവർ അഹ്റോൻ്റെ പുത്രിയാണ്. അഹ്റോൻ്റെ നമുക്കറിയാമല്ലോ ഒരു പച്ചത്തിരി ഇതിനകത്തുണ്ടല്ലോ ഇല്ലേ? ഉടമ്പടിയിൽ ഒരു പച്ചത്തിരിയുണ്ട്. അതെന്താണ്? പ്രളയം കഴിഞ്ഞു എന്ന് നിന്നോട് പറയുകയാണ്. പച്ചത്തിരി നിനക്ക് തരുമ്പോൾ എന്താണ് കൃപാസനം അമ്മ നിന്നോട് പറയണത്? മകനെ നിൻ്റെ ജീവിതത്തിൽ പ്രളയം കഴിഞ്ഞു. ബൈബിളിൽ പ്രളയം കഴിയുമ്പോഴല്ലേ, കര തെളിയുമ്പോഴല്ലേ ഒരുവിൻ്റെ കൊമ്പും കൊത്തിക്കൊണ്ട് പ്രാവ് വരണത്. അത് പച്ച നിറമാണ്. കൈയിട്ടിച്ച് കർത്താവ് ഞങ്ങളുടെ വരണ്ട കപ്പുകളെ തളിപ്പിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ.